ഷാഫി മദ്ഹബിൽ അതുണ്ട്, ഹനഫി മദ്ഹബിൽ അതുണ്ട്. റസൂലുള്ളാന്റെ ജീവിതത്തിൽ അതുണ്ടോ എന്ന ചോദ്യമല്ല. ഏത് വിഷയങ്ങൾ എടുത്തു നോക്കൂ, മദ്ഹബുകൾ മാത്രമാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ അത് വലിയ അബദ്ധത്തിലെത്തിക്കും. ഉദാഹരണമായി ഷാഫി മദ്ഹബിൽ ഒരാൾ ഒദു എടുത്താൽ ആ ഒദു എടുക്കുന്ന സമയത്ത് തന്റെ ഭാര്യയുമായി തൊട്ടാൽ ഒദു മുറിയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. കാരണം അള്ളാഹുവിന്റെ തിരുദൂതൻ ഒദു എടുത്ത് നടന്നു വരുമ്പോ ആയിഷ ബീവിനെ കാണുമ്പോൾ ചിലപ്പോ ചുംബിക്കാറുണ്ടായിരുന്നു. സ്വഹീഹായ ഹദീസ. പലപ്പോഴും ആയിഷ ബീവിന്റെ അരികിലേക്ക് ചെല്ലും. നമസ്കാരത്തിന്റെ ഇടക്ക് പോലും കാല് തെറ്റിക്കിടക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ കാല് റസൂലുള്ള അങ്ങനെ വലിച്ചു മാറ്റി വിരിപ്പിലേക്കാക്കുകയായിരുന്നു രാത്രി നമസ്കാരത്തിൽ. ആ ചെറിയ പ്രായത്തിൽ കിടന്നുറങ്ങുന്ന ആയിഷ ബീവി ഉണർത്താതെ കാല് പിടിച്ചിങ്ങനെ പതുക്കെ തിരിക്കും. ആ രാത്രി നേരം തെറ്റതല്ലെങ്കിൽ ഭാഗം തെറ്റിക്കിടക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയെ. അതാണ് ഇസ്ലാമിന്റെ സുന്നത്ത്, അതാണ് റസൂലുള്ളാന്റെ കൗല്. പക്ഷെ ഇന്ന് ചിലർ പറയുന്നു ഇവിടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ഇവിടെ ഷാഫി മദ്ഹബ് പറയുന്നുണ്ട് പെണ്ണുങ്ങളെ തൊട്ടാൽ ഒദു മുറിയും. സ്വാഭാവികമായും ചോദ്യം വന്നു, അങ്ങനെയാണെങ്കിൽ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പം എത്യോപ്യക്കാരും ലബനാനാരും തുർക്കികളും യൂറോപ്യന്മാരും അതല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരിൽ പെട്ടൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടാകും ത്വവാഫ് ചെയ്യുമ്പോൾ മേല് തൊടാനും ഉന്താനും തള്ളാനും ഒക്കെ. ആ സമയത്തോ അപ്പൊടനെ വേറൊരു വാക്ക്, ഇവിടെ ഷാഫി മദ്ഹബാണെങ്കിൽ ഹറമിൽ ഞാള് ഹനഫി മദ്ഹബാ. എന്തിനാ ഇങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക്? മൻ അസഹ സുന്നത്തി, എന്താണോ സ്വഹീഹായി വന്നത് ഫഹുവ മദ്ഹബി, മദ്ഹബിങ്ങൾ പറഞ്ഞതുപോലും അതാ. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേരളത്തിലെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ സ്ത്രീ പള്ളി പ്രവേശനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്ന കാലഘട്ടത്തിൽ രാത്രി ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തുന്ന സ്ത്രീകൾ ഉറങ്ങി, കുട്ടികൾ കരയാൻ തുടങ്ങി. കുട്ടികളും സ്ത്രീകളും ചിലർ ഉറങ്ങിപ്പോയി. തിരുദൂതൻ പെട്ടെന്ന് നമസ്കാരം ആരംഭിക്കാൻ വേണ്ടി വന്നു. അതിനർത്ഥം അന്ന് പള്ളിയിൽ സ്ത്രീകളുണ്ട്. അതിനേക്കാളേറെ സ്ത്രീകൾ വന്ന് പരാതി പറഞ്ഞു, റസൂലേ, ഞങ്ങൾ സുജൂദ് എഴുന്നേൽക്കുമ്പം മുന്നിലിരിക്കുന്ന പുരുഷന്മാരുടെ പിൻഭാഗത്ത് തൊടയാ കാണുന്നത്. അവർക്ക് ആകെയുള്ളൊരു തുണി ഇങ്ങനെ കഴുത്തിലേക്ക് കെട്ടിവെച്ച് റുക്കുവിലും സുജൂദിലും പോകുമ്പോ തുടക്ക് മുകളിലേക്ക് ആ തുണി പൊന്തുന്നുണ്ട് നബിയെ, ഞങ്ങൾക്ക് അത് അലോസരം ഉണ്ടാക്കുന്നുണ്ട് ബാക്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പം. റസൂലുള്ള കൽപ്പന കൊടുത്തു മദീനത്തെ മിമ്പറിൽ നിന്ന്, ആണുങ്ങളെ അഥവാ സ്ത്രീകളെ, പുരുഷന്മാരെ എഴുന്നേറ്റ് അല്പസമയം കഴിഞ്ഞിട്ടേ നിങ്ങൾ തലയുയർത്താൻ പാടുള്ളൂ. ഞാൻ അല്ലാഹു അക്ബർ പറയും, പുരുഷന്മാർ പെട്ടെന്ന് എഴുന്നേൽക്കണം, കുറച്ച് കഴിഞ്ഞിട്ടേ സ്ത്രീകൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ഹക്കായി കിടക്കുമ്പോൾ മദ്ഹബിങ്ങൾ പറയുന്നു സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ മദ്ഹബിനെ മാത്രം അന്ധമായി പിന്തുടരുമ്പോ അതേ മദ്ഹബിങ്ങൾ പറയുന്നു മൗലൂദ് കഴിക്കാം, ഇന്നത് ചെയ്യാം, ആ കാര്യങ്ങളിലൊക്കെ ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോ റസൂലുള്ളാനെ വേണ്ട എന്നുള്ള നിലക്ക്. അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, എന്തെങ്കിലും ഒരു കാര്യത്തെ അഭിപ്രായ വ്യത്യാസമുണ്ടോ, നിങ്ങൾ തിരയേണ്ടത് യൂട്യൂബ് അല്ല, ഏതെങ്കിലും മൗലവിമാർ പറയുന്നത് വാതൊടാതെ വീങ്ങാനല്ല. ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടങ്ങണം. ബുദ്ധി കൊണ്ട് ഇസ്ലാമിനെ വളർന്ന് പാണ്ഡിത്യത്തിന്റെ അഗാധ രംഗത്ത് പോകുന്ന ശാസ്ത്ര പുരോഗതിയെ പറ്റിയും ശാസ്ത്ര വൈജ്ഞാനികതയെ പറ്റിയും കലക്കി കുടിച്ച് ഡോക്ടറേറ്റ് കിട്ടിയവനെ ചെല്ല് കാണണമെന്നല്ല. ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖുർആനിലേക്ക്, ഹബീബിന്റെ വചനങ്ങളിലേക്ക് നിങ്ങളൊന്ന് മടങ്ങണം. കാലങ്ങൾ എത്ര മാറിയാലും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച് ദീന് കെട്ടിപ്പടുത്തു. റബ്ബിന്റെ ദീനാ ദീന്. അല്ലാതെ കുറച്ച് കാലം കഴിയുമ്പോൾ നാട്ടുകാർക്കൊക്കെ മാറ്റം വരും, ലോകമൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ വരും, സൂക്ഷ്മദർശിനികൾ ഉണ്ടാകുമ്പോ എന്റെ ദീനൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ട് ഒരു ദീന് പടച്ചുവിട്ട റബ്ബല്ല പടച്ചോന്നും ആ റബ്ബിന്റെ പ്രവാചകനല്ല മുഹമ്മദ് നബി എന്നും വിശ്വസിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ മുസ്ലിം ഉമ്മത്തിലുള്ളൂ. അവിടെ സ്വന്തം ബുദ്ധിയും യുക്തിക്കും മാത്രം പ്രാധാന്യം കൊടുത്ത ഇന്നൊരു പറ്റത്ത് മദ്ഹബീങ്ങളാണ്, നാളെ മറുഭാഗത്ത് അക്കലാനികളായിരിക്കും. ബുദ്ധിമാന്മാര് മാത്രം ഇസ്ലാമിനെ അളക്കും. ഒതു പോയ ഭാഗം കഴിയാ മതി എന്ന് പറയുന്ന ദൂരം വിദൂരമല്ല. അള്ളാഹുവിന്റെ ഹബീബ് എന്തു പറഞ്ഞോ അത് അംഗീകരിച്ചാൽ മനുഷ്യന് ദോഷം പറ്റിയിട്ടില്ല ഒരു കാലത്തും. ആ തിരിച്ചറിവാണ് മനുഷ്യരെ പ്രവാചക സ്നേഹം. ആ സ്നേഹമാണ് നമ്മൾ അംഗീകരിക്കേണ്ടതും ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടതും. അങ്ങനെ ചിന്തിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളും ബാധിച്ച് ഏറെ പ്രയാസപ്പെടുന്നവര് ഞങ്ങളിലുണ്ട് റബ്ബേ. അസുഖം എളുപ്പം ശിഫ നൽകി ദീർഘായുസ്സോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار അള്ളാഹുവെ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിലടക്കം കിടക്കുന്നവർ നാഥ എന്താണോ ഏറ്റവും ഹൈറായത് ഓരോ ജീവിതത്തിനും ആ ഹൈറും ബർക്കത്തും നൽകി സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതത്തിലേക്ക് നീ അനുഗ്രഹം നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ.